നമസ്തേ മിത്രങ്ങളെ. ഗണപതിയെ ഗൗനിക്കുന്നോനു ഗുണം എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? അതാണ് ഇന്നത്തെ വിഷയം. ഗണപതിയെ കേൾക്കാത്തവരായിട്ട് ആരും കാണത്തില്ല, ഗണപതിയെ തൊഴാത്തവരായിട്ടും ആരും കാണത്തില്ല. ഗണപതിക്ക് ഇതര ദൈവങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഇതര ആരാധനാമൂർത്തികളിൽ നിന്ന് ചില വ്യത്യാസങ്ങളുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മറ്റൊരു ദേവന്മാരുടെ മുമ്പിലും നടത്താത്ത ചില ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഗണപതിയുടെ വിഗ്രഹത്തിന് മുമ്പിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഏത്തമിരിയിൽ മറ്റൊരു ദേവന്റെ മുമ്പിലും പോയി നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കാറില്ല. എന്നാൽ ഗണപതി ശ്രീകോവിലിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ കാലുകൾ പരസ്പരം പിണച്ചും കൈകൾ പരസ്പരം പിണച്ചും കാതിൽ പിടിച്ചും ഏത്തമിടാറുണ്ട്. എന്താണ് ഇങ്ങനെ ചെയ്യുവാനുള്ള കാരണം? എന്തിനാണ് ഇങ്ങനെ ചെയ്യേണ്ടത്? ഈ ഗുസ്തിയും അഭ്യാസവും കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇതൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ലേ? ഇത്യാദിയുള്ള സംശയങ്ങൾ പുതുതലമുറയ്ക്ക് തീർച്ചയായും ഉണ്ടാകും. അവരത് മുതിർന്നവരോട് ചോദിക്കും, എന്താ അമ്മ ഇങ്ങനെ ചെയ്യുന്നത്, എന്താ അമ്മ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അത് കേൾക്കുമ്പോൾ അമ്മയും പറയാം, അച്ഛനും പറയാം, കൊച്ചനെ ആവശ്യമില്ലാത്തൊന്നും ചോദിക്കാതെ പാപം കിട്ടും, പാപം കിട്ടും, പാപം കിട്ടും. ഈ സംശയം കുട്ടികളുടെ മനസ്സിൽ കിടക്കുകയും പിന്നീട് മറ്റു പലരും അനാവശ്യമായ പല അർത്ഥങ്ങളും പറഞ്ഞു കൊടുക്കുകയും അതാണ് സത്യമെന്ന് നമ്മുടെ കുട്ടികൾ തെറ്റിദ്ധരിക്കുകയും ക്രമാനുഗതമായി നമ്മുടെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും അവർക്ക് അറപ്പും വെറുപ്പും ഉണ്ടാവുന്നു. അത് വളരെ പ്രകടമാവുകയും ചെയ്യുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇതര ദേവതകളെ നമ്മൾ ദർശിക്കുന്നതിൽ നിന്ന് വിഭിന്നമായ രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ എന്തിനാണ് ഗണപതിയുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ചെയ്യുന്നത്? തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മുടെ പൂർവികർ പറയും, ഗണപതിയെ തൊഴാത്തവൻ ഗുണം പിടിക്കില്ല എന്ന്. ഏത് പുണ്യപ്രവൃത്തി ചെയ്യാൻ പോകുമ്പോഴും ഗണപതിയെ സ്മരിക്കും. ഏത് കർമ്മങ്ങളും വിജയപ്രദമായി പൂർത്തീകരിക്കണമെങ്കിൽ നമുക്ക് ഏവർക്കും അറിവുള്ളതാണ്, ഗണപതിയുടെ കൃപ അത്യന്താപേക്ഷിതമാണ്. ഈ എന്താ ഗണപതിയെ ഇങ്ങനെ ഭജിക്കുവാനുള്ള കാരണം? ഗണപതി ഭഗവാന്റെ ധർമ്മപത്നിമാരായി പറയുന്നത് സിദ്ധിയും ബുദ്ധിയും ഇത്യാദി ദേവതകളാണ്. സിദ്ധി ഇല്ലാത്തവൻ പിണമാ, ബുദ്ധി ഇല്ലാത്തവന്റെ കാര്യം പിന്നെ പറയണോ? അപ്പോൾ സിദ്ധിയെയും ബുദ്ധിയെയും തൻ്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ധരിച്ചിരിക്കുന്നവൻ, സർവ ബുദ്ധിയുടെയും കേന്ദ്രബിന്ദു, സർവ സിദ്ധികളുടെയും ദാതാവ് ഇത്യാദി അനേകം വിശേഷണങ്ങൾ ഗണപതി ഭഗവാനുണ്ട്. നമ്മൾ ഗണപതിയുടെ തൃക്കോവിലിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ ആ വിഗ്രഹത്തെ ദർശിച്ചുകൊണ്ട് എപ്രകാരമായിരിക്കണം പ്രണമിക്കേണ്ടത്, തൊഴേണ്ടത്, അല്ലെങ്കിൽ ഏത്തമിടേണ്ടത് എന്ന് കൃത്യമായി നമ്മുടെ പൂർവികർ നമുക്കായി പറഞ്ഞു തന്നിട്ടുണ്ട്. അത് എത്ര പ്രിയപ്പെട്ട മിത്രങ്ങൾക്ക് അറിയുമോ എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും അറിയാത്തവർക്കായി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. വലം കൈയാൽ വാമശ്രവണവും ഇടം കൈവിരലിനാൽ വലം കാതും തൊട്ട കടലിണ പിണച്ചുള്ള നിലയിൽ നിലം കൈമുട്ടാലേ പല കുറി തൊടുന്നേനടിയനിന്നലം കാരുണ്യാബ്ദേ കടകമമ വിഘ്നം ഗണപതേ. എന്റെ ഗണപതി ഭഗവാനെ, അവിടുത്തെ തിരുമുമ്പിൽ അടിയനിത അപേക്ഷിക്കുകയാണ്, പ്രായച്ചിത്തമായി ഏത്തമിടുകയാണ്. ജന്മജന്മാന്തരങ്ങളായി ഈ ജന്മത്തിലും